سلم عليه يا ربنا أزكى صلاة الله أدبما نحمد يا الله أعلمته يا متنبيون حضرت الجنة ഞങ്ങൾക്ക് തൗഫീഖ് حبا وشوقا يا رحمة العالمين جئناك صلى الله عليك دائما صلى الله نرجو السعادة مدوى الشقاوات يا خير رسل الله عليك دائما صلى الله آمين يا ربنا رب العالمين زد لنا حبنا إليك يا ربنا آتينا يا متنبيون حضرت الجنة ഞങ്ങൾക്ക് തൗഫീഖ് നമ്മള് സ്ഥാപനത്തില് ഒരു സയ്യിദിനെ തന്നെ കൊണ്ടുവന്ന് നമ്മളെ ഇമാമാക്കി നിർത്തിയത് വാഴക്കാടിന്റെ ചരിത്രം വീണ്ടെടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വളർത്തിയെടുക്കാൻ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ഗുണം ചെയ്യും എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല ആ രീതിയിൽ നമ്മുടെ നാട്ടിനെ ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകാൻ കേൾക്കുമാണ്. നമ്മുടെ ഇപ്പോ തങ്ങൾ ഉസ്താദ് കുറച്ച് ശബ്ദമുള്ള ആളാണ്, അതിന്റെ പുറമെ നല്ല ശബ്ദം ഉണ്ട് ഇന്നത്തെ പ്രോഗ്രാം. കാരണം നമ്മുടെ പുറത്തും നമ്മുടെ നേരത്തെ മൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ശബ്ദമില്ലാതെ തോന്നിയപ്പോ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം ഒരു മൈക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുന്നതാണ് നമ്മളൊക്കെ കണ്ടത്. ആ രീതിയിൽ ഇവിടുത്തെ എന്ത് പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയിലും ഭംഗിയിലും ഒരു എന്താ പറയാ ഒരു ചമ്മല വീണ് കിടക്കുന്നത് കണ്ടാലും ഒരു വേസ്റ്റ് വീണ് കിടക്കുന്നത് കണ്ടാലും അതൊക്കെ കൃത്യമായി എടുത്ത് വൃത്തിയാക്കി ഉസ്താദുമാരുടെ ഖിദ്മ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അല്ലാഹു തആല അവന്റെ എല്ലാ വിഷയങ്ങളിലും ഖൈറും ബറക്കത്തും സന്തോഷവും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ ഉപ്പയുടെ അതുപോലെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ അവർക്കിലേക്കൊക്കെ അതിന്റെ പ്രതിഫലത്തിന് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഉമ്മ അടക്കം അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മുസല്ലല്ലാഹു الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله ഞങ്ങൾ ചൊല്ലിയ സൂറത്ത് ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ദിക്ർ അതുപോലെ തന്നെ നിന്റെ മഹത്തായ നാമങ്ങൾ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കി ചൊല്ലിയ ഞങ്ങളുടെ ബൈത്തുകൾ എല്ലാം നീ കബൂലാക്കണം അല്ലാഹ്. ഈ സദസ്സിൽ നടന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു നിനക്ക് മിസ്ല സവാബിന് കുന്നാല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹു അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം അല്ലാഹ്. അല്ലാഹു അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഈ ചുറ്റുപാടുകൾ ഞങ്ങളുടെ സമൂഹം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ പാത മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളെ ഈമാൻ ചുറ്റിപ്പോകുന്ന വാക്ക് പ്രവൃത്തി വിശ്വാസം എല്ലാം തൊട്ടും
ഹബീബായ റസൂലുള്ളാഹിന്റെ ഹഖ് ജലാൽ ബറക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെ നീ കാക്കണം അല്ലാഹ്. അല്ലാഹു ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചു നിന്റെ ദിക്റുകളിലായി, അതുപോലെ തന്നെ മഹാന്മാരായ മദീനീകളെ മഹത്വങ്ങൾ പാടി, അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുകളിൽ അല്ലാഹു ഇതൊക്കെ ഞങ്ങൾ ദുനിയവിയായ ഒരു ഉദ്ദേശവും ഞങ്ങളെ കൽബിലില്ല. അല്ലാഹു ഈ ഒരു സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ ചെലവഴിച്ച സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾ ഈമാനിലൊക്കെ നീ വർദ്ധനവ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഈമാനിലൊക്കെ വർദ്ധനവ് നൽകണം അല്ലാഹ്. എന്തെങ്കിലൊക്കെ കണ്ടാൽ പതറിപ്പോകുന്ന ഈമാനാക്കല്ല അല്ലാഹ്. എന്ത് കാര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ശക്തമായ ഈമാനോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെല്ലാ നല്ല കർമ്മങ്ങളിലും ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഞങ്ങൾക്ക് തഖ്വ നൽകണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളൊക്കെ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നിറവേറ്റി തരണം അല്ലാഹ്. മനസ്സിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ എല്ലാത്തിനും ഈ സദസ്സ് പരിഹാരമാക്കണം അല്ലാഹ്. ഈ കൂട്ടത്തിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിരുന്നത് കടപ്പാടുള്ളവർ, പ്രത്യേകിച്ച് ഇന്ന് ഈ സദസ്സിലേക്ക് ഭക്ഷണം നൽകിയ നമ്മുടെ കണ്ണിയത്ത് ശിഹാബ്, അവരുടെ ഉപ്പ, അങ്ങനെ തുടങ്ങി ഈ സ്ഥാപനവുമായി ബഷീർ മാഷുകളെ പറഞ്ഞ ആളുകൾ, ഒരുപാട് രോഗികൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പള്ളിയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം അല്ലാഹ്. മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, ആഫത്ത്, മുസീബത്തുകൾ എല്ലാത്തിനും തൊട്ട് ഞങ്ങളൊക്കെ നീ കാക്കണം അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം നിലനിർത്തണം അല്ലാഹ്. എല്ലാവിധ ബിദ്അത്ത് ദലാലത്തിനെ തൊട്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളെ ഈ ഒരു പരിസരത്തിൽ നീ കാക്കണം അല്ലാഹ്. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളെ സഹായം തേടേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു, ഞങ്ങളുടെ ശരീരം കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ തട്ടി അകറ്റണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മക്കളൊക്കെ നന്നാക്കി തരണം അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ഈ പുതിയ സമൂഹത്തിന്റെ ഓരോരോ പ്രവർത്തനങ്ങൾ, പുതിയ പ്രവർത്തനങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ അതിലേറെ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ബേജാറാണ് അല്ലാഹു. ഞങ്ങൾ ആരെയും വഴി തെറ്റിക്കല്ല അല്ലാഹ്. ഞങ്ങൾ ഈ ദീനിൽ അടിയുറച്ച് നിർത്തി തരണം അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിൽ മരണം വരെ നിലനിർത്തി തരണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഇവിടെ ഈ സദസ്സിൽ പ്രായമായ ഉപ്പമാരും എല്ലാ ജമാഅത്തിനും മുടങ്ങാതെ ശ്രദ്ധിക്കുന്ന, കാലുവേദനയുള്ളവർ, അതുപോലെ തന്നെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ്, എങ്കിലും അവർ ജമാഅത്ത് മുടങ്ങാതെ ശ്രമിക്കുന്നവരാണ് അല്ലാഹു. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. അവർക്കൊക്കെ പരിപൂർണ്ണ ആഫിയത്ത് നൽകണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളൊക്കെ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സദസ്സിലേക്ക് ഭക്ഷണം നൽകിയ സഹോദരൻ, അതായത് അദ്ദേഹത്തിന്റെ എല്ലാ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ വിദേശത്തുള്ള സഹോദരന്മാർ വലിയ ആശങ്കയിലാണ്. ദിവസം കൂടുന്തോറും ആശങ്കയുടെ രീതികളും അതിന്റെ അളവും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു. ഞങ്ങളെ വിദേശത്തുള്ള ഞങ്ങളെ സഹോദരന്മാരെ നീ തളർത്തല്ല അല്ലാഹ്, പ്രതിസന്ധിയിലാക്കല്ല അല്ലാഹ്, പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. നമ്മുടെ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ബദരീകളെ ബറക്കത്തുകൊണ്ട് അവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ പരിഹരിക്കണം അല്ലാഹ്. ലോകത്തുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നു. എല്ലാവർക്കും നീ സമാധാനം നൽകണം അല്ലാഹ്. ശത്രുക്കളുടെ എല്ലാവിധ ശത്രുതയിൽ നിന്നും അവരുടെ അക്രമങ്ങളിൽ നിന്നും മുഅ്മിനീങ്ങളെ നീ സഹായിക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ നീ കാക്കണം അല്ലാഹ്. അല്ലാഹു ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇതിനെ സഹായിച്ചവര്, സഹായിക്കാമെന്ന് ഏറ്റവര്, ഇതിനെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. അവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ, സ്വലാത്തിന്റെ, ദിക്റിന്റെ, ഈ സദസ്സിൽ ചെയ്ത എല്ലാ ഹസനാത്തിന്റെയും മിസ്ല സവാബിന്, പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലിയ തഹ്ലീലിന്റെ പ്രതിഫലത്തിന്, പ്രത്യേകിച്ച് ഇന്ന് ഈ സദസ്സിലേക്ക് പ്രത്യേകം സംഭാവന നൽകി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ മുനീർ അദ്ദേഹത്തിന്റെ
ഭാര്യ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു ആ ഉപ്പയുടെ ഹദറത്തിലേക്ക് ഈ സദസ്സിൽ ഞങ്ങൾ ചെയ്ത എല്ലാ ഹസനാത്തിന്റെയും മിസ്ലു തവാബിൽ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലിയ തഹ്ലീലിന്റെ പ്രതിഫലത്തിന് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ ബഷീർ മാഷിന്റെ ഭാര്യയുടെ ഉമ്മയുടെ ആണ്ടിന്റെ ദിനമാണ്. അല്ലാഹു ആ ഉമ്മയുടെ ഹദറത്തിലേക്ക് സദസ്സിന്റെ സന്തോഷത്തിന് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ ഇന്ന് ഭക്ഷണം നൽകിയ ശിഹാബ് അവരുടെ ഉമ്മ, അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാര്, അളിയന്മാര്, അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഹദറത്തിലേക്ക് ഈ സദസ്സിന്റെ സന്തോഷത്തിന് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അതുപോലെ ഈ പള്ളിയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഇവിടെ ജമാഅത്തിൽ പങ്കെടുത്തവരുണ്ട്. ഈ ഒരു സ്ഥാപനത്തിന് പല നിലക്കും സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്തിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവരുടെ ഖബർ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണം അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്കൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ശഫാഅത്ത് നൽകണം അല്ലാഹ്. ആ ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അവസാന ഹബീബ് സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അവസരത്തിൽ നരകം തൊടാതെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അവസാനം സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയ ആനന്ദമാകുന്ന നിന്റെ ലിഖാഹ് കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഈ ഒരു സദസ്സ്, ആത്മീയ സദസ്സ് ഖിയാമത്ത് നാൾ വരെ എല്ലാ നിലക്കും റാഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ നിലനിർത്തണം അല്ലാഹ്. ഈ സദസ്സിന്റെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ അനുഭവിപ്പിക്കണം അല്ലാഹ്. ഇതൊക്കെ കാരണം നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് വെള്ളിയാഴ്ച രാവിലെ പകലിലായി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഖൈറിന്റെ വാതിലുകളെ നമുക്ക് തുറന്നു തരണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقي ولا مطرودا ولا محروما. ربنا عليك توكلنا وإليك عنبنا وإليك المصير. اللهم رفعنا أيدينا راجين راغبين متوسلين بأحبابك فلا تردنا خائبين. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام الحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه